ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയുടെ 10ാമത്തെ ദിവസമാണ്. അപ്പോൾ 10ാമത്തെ ദിവസത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ ഇത്രയും ദിവസം എൻ്റെ കൂടെ കുറച്ച് പേരെങ്കിലും ജോയിൻ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരും എൻ്റെ നിങ്ങളുടെ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. എല്ലാവരും വെയിറ്റ് ലോസ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചവരാരും എൻ്റെ മെസ്സേജിലൊന്നും ആരും അപ്ഡേറ്റ് ചെയ്യുന്നില്ല. എല്ലാവരും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന അല്ലാണ്ട് ഒന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും പറയുക നിങ്ങളുടെ വെയിറ്റ് എങ്ങനെയുണ്ട്, വെയിറ്റ് കുറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറയുക. പിന്നെ എങ്ങനെയുണ്ട്, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നോ? എനിക്കിവിടെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇന്ന് എൻ്റെ ഫാസ്റ്റിംഗ് ഞാൻ 12 മണിക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പാണ് ഇപ്പോഴും. ഇന്നും എനിക്ക് ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ ഇനി ഞാൻ ജിമ്മിൽ പോകുന്ന ദിവസം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇപ്പം ഞാൻ ഏകദേശം നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങുമായിട്ട് നല്ല രീതിയിൽ സ്യൂട്ടായിട്ട് പോകുന്നുണ്ട് കേട്ടോ. കാര്യം 12 മണി ആകുമ്പോഴേ എനിക്കിപ്പോൾ വിശപ്പ് വരുന്നുള്ളൂ. അതുവരേക്കും വലിയ വിശപ്പൊന്നും വരാതെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ രാവിലെ ബ്ലാക്ക് കോഫി കുടിച്ചു കേട്ടോ. എനിക്ക് കുടിക്കണം എന്ന് അങ്ങനെ തോന്നി, ഞാൻ അങ്ങനെ കുടിച്ചതാണ്. എനിക്ക് കോഫി ഓൾറെഡി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് കോഫി നല്ല രീതിയിൽ ഞാൻ രാവിലെ ഒരു ഗ്ലാസ് കുടിച്ചായിരുന്നു. ഇങ്ങനെ നല്ല രീതിക്ക് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഞാനിടുന്ന ലോങ് വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വെയിറ്റ് ലോസ് ചെയ്യുന്നവരെല്ലാവരും ഒന്ന് കണ്ടുവെക്കുക കേട്ടോ. ഞാൻ ഈ പറയുന്നതെല്ലാം പിന്നെ നമ്മുടെ വെയിറ്റ് ലോസിന് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് 12 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. ഹലോ, ഇന്ന് എൻ്റെ 12 മണിക്കുള്ള ഫാസ്റ്റിംഗ് ഞാൻ ബ്രേക്ക് ചെയ്യുന്നത് ചിയ സീഡ് വാട്ടറും ഒരു പഴവും ചേർത്തിട്ടാണ്. ഞാൻ ഇന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തേക്കുന്നത്, ചിയ സീഡും പഴവും കൂടെ ചേർത്തിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി ലഞ്ച് ടൈമിൽ കാണാം. ബൈ ബൈ. ഇന്ന് ലഞ്ച് ടൈമിൽ ഞാൻ എടുത്തേക്കുന്ന ചോറ്, പുളിശ്ശേരി, പിന്നെ പയറിൻ്റെ തോരൻ, പിന്നെ 2 കോഴിമുട്ട, ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് സ്നാക്ക് ടൈമിൽ കാണാം. ബൈ ബൈ. അതെ, ഇന്ന് സ്നാക്ക് ടൈമിന് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രീൻ ടീ നട്ട്സുമാണ്. ഞാൻ ഇന്ന് എക്സ്ട്രാ കുറച്ച് വാൾനട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ വാൾനട്ടിനെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതിൻ്റെ തൊലി കളഞ്ഞിട്ടുള്ള വാൾനട്ടാണ്. ഈ നട്ട്സുകളിൽ നമ്മളെല്ലാം ഈ ഓവർനൈറ്റ് വെച്ചിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാൻ എപ്പോഴും ഓവർനൈറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോകും. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ഞാൻ മുന്നേ അങ്ങനെ കഴിക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ കഴിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ മറവി ഉണ്ട് എനിക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തേക്കുന്നത് ഒരു 4 കാഷ്യൂ, അതുപോലെ 4 ബദാമും, ഒരു 2 വാൾനട്ടാണ്. ഇത് പൊടിയായിട്ടിരിക്കുന്നതുകൊണ്ടാണ് 2 മൊത്തത്തിൽ കാണാൻ പറ്റാത്തത്. പിന്നെ കുറച്ച് പംകിൻ സീഡും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 1 ഗ്ലാസ് ഗ്രീൻ ടീയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സ്നാക്സ്. അപ്പം നമുക്കിനി ഡിന്നർ ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ, ഇന്ന് എൻ്റെ ഡിന്നർ ടൈമിന് ഞാൻ എടുത്തേക്കുന്നത് 3 ബ്രൗൺ ബ്രെഡും അതിലേക്ക് 1 സ്പൂൺ പീനട്ട് ബട്ടറാണ്. 3ലും കൂടി 1 സ്പൂണല്ല, 3ഉം കൂടി ചേർത്തിട്ട് 1 സ്പൂൺ പീനട്ട് ബട്ടറും പിന്നെ കുറച്ച് ബ്ലാക്ക് കോഫിയാണ് ഞാൻ എടുത്തേക്കുന്നത്, വിത്തൗട്ട് ഷുഗറാണ്. അപ്പോൾ ഇതോടുകൂടി എൻ്റെ ഈറ്റിംഗ് വിൻഡോ ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫുഡ് കഴിച്ചത് ഒരു 7:30 ആയപ്പോഴത്തേക്കുമാണ് ഞാൻ ഈ ഫുഡ് കഴിച്ചത്. അങ്ങനെ ഇന്നത്തെ 10ാമത്തെ ദിവസം ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, വലിയ വിശപ്പൊന്നും ഇല്ലാതെ, ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 11ാമത്തെ ദിവസത്തിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ഞാനിടുന്ന ലോങ് വീഡിയോസ് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. അതിനകത്ത് നിങ്ങൾ ചോദിക്കുന്ന കമൻസിൻ്റെ ഡൗട്ടും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് ലോസിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് എത്രയാണ് എന്നുള്ളതെല്ലാം കമൻറ്റ് ബോക്സിൽ പറയുക. സ്റ്റാർട്ടിങ് എത്രയാണ്, ഇപ്പോൾ എത്രയാണെന്നുള്ള എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് 11ാമത്തെ ദിവസത്തിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.